ഹലോ ഗൈസ്, വെൽക്കം ടു ട്രെൻഡിങ് ഇൻസൈറ്റ്സ്. സിനിമയുടെ സമസ്ത മേഖലകളിലേക്കും പടർന്നു കയറിക്കൊണ്ടിരിക്കുന്ന ചുരുക്കം ചില താരങ്ങൾ മാത്രമേ മലയാളത്തിലുള്ളൂ. അതിൽ പ്രധാനികളായ രണ്ടുപേരാണ് ബേസിൽ ജോസഫും പൃഥ്വിരാജ് സുകുമാരനും. അഭിനയം, സംവിധാനം തുടങ്ങി സിനിമയുടെ ഒട്ടുമിക്ക മേഖലകളിലും ഇരുവരും കഴിവ് തെളിയിച്ചിട്ടുണ്ട്. ഭാവിയിൽ ജനപ്രിയൻ എന്ന ടാഗ് ബേസിൽ കൊണ്ടുപോകുമെന്നാണ് ആരാധകരും സിനിമയിലെ മുതിർന്ന താരങ്ങളും വരെ പറയാറുള്ളത്. അതുപോലെ പൃഥ്വിരാജായിരിക്കും മലയാള സിനിമയെ മറ്റൊരു തലത്തിലേക്ക് ഭാവിയിൽ എത്തിക്കുകയെന്നും സിനിമാ പ്രേമികൾ പറയാറുണ്ട്. ഇരുവരും ആദ്യമായി ഒരുമിച്ച് അഭിനയിച്ച അടുത്തിടെ റിലീസ് ചെയ്ത ഗുരുവായൂർ അമ്പലനിടയിൽ വൻ ഹിറ്റായിരുന്നു. ഇപ്പോഴത്തെ ബേസിലിനെ കുറിച്ച് മുൻപൊരിക്കൽ ഒരു അഭിമുഖത്തിൽ പൃഥ്വിരാജ് പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധിക്കപ്പെടുന്നത്. ബേസിലിനെ കുറിച്ച് ആദ്യം തനിക്ക് ഏറ്റവും നല്ല റീമാർക്ക് പറഞ്ഞു തന്നത് നടി ജ്യോതികയാണെന്നാണ് പഴയൊരു അഭിമുഖത്തിൽ പൃഥ്വിരാജ് പറയുന്നത്. ബേസിലിന്റെ റിയൽ ലൈഫ് പേഴ്സണാലിറ്റിയെ കുറിച്ച് ഞാൻ കേട്ട ഏറ്റവും നല്ല റീമാർക്ക് ജ്യോതികയിൽ നിന്നാണ്. ഞാൻ മുംബൈയിലുള്ള അവരുടെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോയതായിരുന്നു. ഞാൻ പോകുന്നതിൻ്റെ 1-2 ദിവസം മുൻപാണ് അവർ ജെ 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 ഹേ കാണുന്നത്. ആ സമയത്താണ് സിനിമ OTT സ്ട്രീമിംഗ് തുടങ്ങിയത്. ഭക്ഷണമൊക്കെ കഴിച്ച ശേഷം ഞങ്ങൾ ആ സിനിമയെക്കുറിച്ച് സംസാരിച്ചു. എന്ത് ബ്രില്യൻ്റ് ആണ് ആ സിനിമയെന്നൊക്കെ പറഞ്ഞ് ഒടുക്കം ബേസിലിലേക്ക് ചർച്ചയെത്തി. എനിക്ക് ആ സമയത്ത് ബേസിലുമായി അത്ര അടുപ്പമുണ്ടായിരുന്നില്ല. ജ്യോതിക എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്: സിനിമയിലെ ബേസിലിന്റെ ആ ക്യാരക്ടറിനെ കാണുമ്പോൾ ഒരെണ്ണം പൊട്ടിക്കാനാണ് തോന്നിയതെന്നാണ്. പക്ഷെ ആ കഥാപാത്രത്തെ ബേസിലാണ് അവതരിപ്പിക്കുന്നതെന്നതുകൊണ്ട് സ്നേഹവും തോന്നുന്നുവെന്നാണ് പറഞ്ഞത്. കാരണം ആ ക്യാരക്ടർ അവൻ നന്നായി ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷെ എല്ലാവർക്കും ജ്യോതിക പറഞ്ഞതുപോലെയാണ് തോന്നുന്നതെന്നാണ് പൃഥ്വിരാജും പറഞ്ഞത്. സിനിമ സ്വപ്നം കാണുന്ന ഏതൊരു സാധാരണക്കാരനും മാതൃക തന്നെയാണ് ബേസിലിന്റെ ജീവിതം. ഗോഡ് ഫാദർമാരോ ബാക്കപ്പുകളോ ഇല്ലാതെ സ്വന്തം കഴിവിന്റെയും പരിശ്രമത്തിന്റെയും മാത്രം പിൻബലത്തിലാണ് ബേസിൽ ഇന്ന് കാണുന്ന സിനിമാ കരിയർ കെട്ടിപ്പൊക്കിയത്. വിനീത് സംവിധാനം ചെയ്ത തിരയിൽ സഹസംവിധായകനായി ജോലി ചെയ്തുകൊണ്ട് സിനിമയിൽ ചുവടുവെച്ച ബേസിൽ ഇതുവരെ 3 സിനിമകൾ സംവിധാനം ചെയ്തു. ഇതിൽ അവസാനം സംവിധാനം ചെയ്ത മിന്നൽ മുരളി ഇന്ത്യയൊട്ടാകെ ചർച്ചയായിരുന്നു. അജയന്റെ രണ്ടാം മോഷണമാണ് ബേസിൽ അഭിനയിച്ച് റിലീസ് ചെയ്ത അവസാന സിനിമ.